കേരളത്തെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് നിപ. 6ാം വട്ടം നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് മലപ്പുറത്താണ്. 2018 രാജ്യത്ത് ആദ്യമായി നിപ സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. 2019 2021 2023 2024 വീണ്ടും ആവർത്തിച്ചു. ഇപ്പോഴിതാ വീണ്ടും രോഗം കണ്ടെത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് ഇത്തവണ രോഗം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ നിപ സംശയിച്ചതിനാൽ അതിനുള്ള ചികിത്സകൾ നൽകിയിരുന്നു. രോഗിക്ക് ആന്റിബോഡി നൽകും. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 2ാം വാർഡിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാറാക്കര, എടയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ട്. ഹൈറിസ്ക് ഉള്ള 7 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ 7 സാമ്പിളുകളും നെഗറ്റീവാണ്. 2018 മെയ് 5-നാണ് കേരളത്തിൽ ആദ്യമായി നിപ ബാധിച്ചുള്ള മരണമുണ്ടാകുന്നത്. അതുകഴിഞ്ഞ് 2 ആഴ്ചയോളം കഴിഞ്ഞാണ് അത് നിപയാണെന്ന സംശയമുണ്ടാകുന്നത്. രോഗലക്ഷണം കണ്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിപ ബാധിച്ച 18 പേരിൽ സിസ്റ്റർ ലിനി ഉൾപ്പെടെ 16 പേർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. അസ്വാഭാവികമായിട്ടുള്ള മറ്റു മരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു സൂക്ഷ്മതലത്തിലുള്ള വിവരശേഖരണം ഈ പ്രദേശങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കണം. പുറത്തേക്ക് അങ്ങനെ പോകാത്ത ഒരാളാണ്. ഈ കാലഘട്ടത്തിൽ കല്യാണം, മരണം അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഒരിടത്ത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ കോൺടാക്ട് ട്രേസിംഗ് നടത്തുന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതിനാൽ രോഗം പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കേണ്ടതുണ്ട്. നിപ വൈറസ് പ്രധാനമായും പകരുന്നത് എങ്ങനെയെന്ന് നോക്കാം. രോഗവാഹകരായ പഴന്തീനി വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെ മനുഷ്യരിലേക്ക് രോഗം എത്തുന്നു. വവ്വാലുകളുടെ ശരീരസ്രവങ്ങളിലൂടെ മൃഗങ്ങളിലേക്ക് രോഗം പകരുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളിലൂടെ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നു. വായുവിലൂടെ രോഗം പകരുന്നതിന് ഇതുവരെ വ്യക്തമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. വളാഞ്ചേരി സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് 2 ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. 0483736320, 048327363226 എന്നിവയാണ് നമ്പർ. 048327363220, 048327363226 എന്നിങ്ങനെയാണ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ. ന്യൂസ് ഡെസ്ക്, ഈ ചാനൽ.